അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, ഞാൻ പറയാൻ പോകുന്ന വിഷയം സമസ്ത 2024-25 അർദ്ധവാർഷിക പരീക്ഷയിൽ 6-ാം തരത്തിലെ ദുറൂസുൽ ഇഹ്സാനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയെ കുറിച്ചാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ മിൻ അൻഫുസിഹിം കാമു കുസാല, അനുകരിക്കേണ്ടത് ഷഫീഅൻ ലി അസ്ഹാബി അഹ്ലു ബൈതി ബിഹുബ്ബി കഅബ് റളിയല്ലാഹു അൻഹു. അതിൽ 6 ചോദ്യങ്ങളാണ്. 1. അഹിബ്ബൂനി ബിഹുബ്ബില്ലാഹി വഹിബ്ബു അഹ്ല ബൈതി ബിഹുബ്ബി. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് ഗീതം പാടി കഅബ് റളിയല്ലാഹു അൻഹു. 3. അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. 4. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് അനുകരിക്കേണ്ടത്. 5. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. 6. വൈദാ ഖാമു ഇലസ് സലാത്തി ഖാമു കുസാല. സെക്ഷൻ 2 പൂർത്തിയാക്കാം. അതിൽ 5 ചോദ്യങ്ങളാണ്. വറഹ്മത്തി വസിയത്തു കുല്ലി ഷൈഇൻ. 2. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. 3. ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. 4. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരായിരിക്കും. 5. അഹ്ലുബൈത്തിനെ സ്നേഹിക്കൽ കാരണം നമുക്ക് വലിയ സൗഭാഗ്യം പരലോകത്ത് ലഭ്യമാകും. സെക്ഷൻ 3 ഉത്തരം എഴുതാം. ഇഹ്സാൻ എന്നാൽ എന്ത്? അതിൻ്റെ ആൻസർ: നീ നിന്റെ രക്ഷിതാവിനെ മുന്നിൽ കാണും പോലെ ആരാധന നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. 2. കൂടുതൽ പേരുകൾ ഉണ്ടാവുന്നത് എന്തിനെ സൂചിപ്പിക്കും? ആൻസർ: അയാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3. നാം എന്ത് ലക്ഷ്യത്തിലാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? അതിൻ്റെ ആൻസർ: സ്വർഗവാസികൾക്ക് അവൻ നൽകുന്ന വിശിഷ്ടമായ സൗഭാഗ്യമാണ് അവൻ്റെ തിരുദർശനം. ഈ ലക്ഷ്യത്തിനു വേണ്ടിയാണ് നാം ഇബാദത്ത് ചെയ്യേണ്ടത്. 4. മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ ഏവ? സുബ്ഹ്, ഇശാ. 5. എന്തിനാണ് അള്ളാഹു കൈനീട്ടി കാത്തിരിക്കുന്നത്? നമ്മുടെ തൗബ പ്രതീക്ഷിച്ച്. സെക്ഷൻ 4 വ്യക്തമാക്കാം. 1. ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാഠമില്ലാത്തവൻ്റെ ഉപമ ഉപയോഗശൂന്യമായ വീട് പോലെയാണ്. 2. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യമുണ്ടാകുന്നവർ കൂടുതൽ സുന്നത്തുകളും സലാത്തുകളും വർദ്ധിപ്പിച്ചാൽ. 3. അഹ്ലു ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, സന്താനങ്ങൾ, അവരുടെ മുഅ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ. 4. തൗഹീദ് എന്നാൽ അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്. 5. ഷിർക്ക് ഇബാദത്തിൽ മറ്റൊരാളെ പങ്കുചേർക്കലും അള്ളാഹുവിൻ്റെ അസ്തിത്വം നിഷേധിക്കലുമാണ് ഷിർക്ക് എന്ന് പറയുന്നത്. സെക്ഷൻ 5 പൂരിപ്പിക്കാം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഇത്രയും കാര്യങ്ങളാണ് അർദ്ധവാർഷിക പരീക്ഷയിൽ 6-ാം തരത്തിലെ ദുറൂസുൽ ഇഹ്സാനിൽ നിന്ന് ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ടായിരുന്നത്. വിദ്യാർത്ഥികളെല്ലാം നല്ല നിലയിൽ എഴുതുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു നമുക്ക് ഇരു ലോകത്തും എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.